മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഇത്രയും ഇഞ്ചിയോ? എന്തിനാ കൈമച്ചാ? നിലത്ത് വിടർത്തിയിട്ടിരിക്കുന്ന ഇഞ്ചിയിൽ നോക്കി മണിക്കുട്ടി അന്തിച്ചുകൊണ്ട് ചോദിച്ചു. പറയ് കാമച്ചാ. മണിക്കുട്ടിയുടെ ഒക്കത്തിരുന്നവൾ അവളെ അനുകരിച്ചുകൊണ്ട് ഒപ്പം ചോദിച്ചതും മാഷും മണിക്കുട്ടിയും പെണ്ണിനെ ഞെട്ടിയൊന്ന് നോക്കി. കാമച്ചാ പയ്യ്. മണിക്കുട്ടി പൊട്ടി വന്ന ചിരി അടക്കാൻ വയ്യാതെ മുഖം താഴ്ത്തിയതും കൈമളിന്റെ കൈ അവളുടെ ചെവിയിൽ പിടിച്ചിരുന്നു. കഷ്ടണ്ട് കൈമച്ചാ. നിങ്ങളും അച്ഛനും മോനും കൂടി ഇങ്ങനെ മാറി മാറി ചെവി തിരുമ്മാൻ തുടങ്ങിയാൽ കുറച്ചു ദിവസം കഴിഞ്ഞാൽ എനിക്ക് ചെവിയുടെ ഭാഗത്ത് വെറും ഓട്ടം മാത്രമേ കാണൂ. ആളുടെ കൈ തട്ടിമാറ്റി പെണ്ണ് പിന്നിലേക്ക് മാറിക്കൊണ്ട് പരിഭവം പറഞ്ഞതും കുഞ്ഞി പെണ്ണ് അവളുടെ ഒക്കത്തിരുന്നുകൊണ്ട് തന്നെ എത്തിക്കുത്തി മാഷിന്റെ തോളിൽ ഒരൊറ്റ അടി കൊടുത്തിരുന്നു. ഡി കുരുപ്പേ. കുഞ്ഞിക്കൈ കൊണ്ട് കിട്ടിയതാണെങ്കിലും മാഷിനത് നല്ലോണം വേദനിച്ചു. കുഞ്ഞുങ്ങളെ ദൈവങ്ങളാണെന്നാ. നേരത്തെ ഉണ്ടല്ലോ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പോ അപ്പോഴപ്പോഴാ. കുഞ്ഞിപ്പെണ്ണിന്റെ കവിളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് മണിക്കുട്ടി ചിരിച്ചതും മാഷും അവളെ നോക്കി വെളുക്കെ ചിരിച്ചു. അത് കണ്ടതും അവളുടെ കണ്ണിൽ ഒരു അപായമണി കത്തി. പെട്ടെന്ന് കണ്ണു കുറിപ്പിച്ച് അവൾ അദ്ദേഹത്തെ ഒന്ന് നോക്കി. കൈമച്ചന്റെ ഈ ചിരി ശരിയല്ലല്ലോ. അതെ, കാമച്ചന്റെ തിരി സറിയല്ല. മണിക്കുട്ടി താടിയിൽ കൈവച്ച പോലെ കുഞ്ഞിപ്പെണ്ണും താടിത്തുമ്പിൽ കൈവച്ച് രണ്ടുപേരെയും മാറി മാറി നോക്കി പറഞ്ഞു. ദേ മണിക്കുട്ടി, ഇന്ന് നീ നിർത്തിക്കണം നിന്റെ ഈ വിളി. നേരെ ചൊവ്വെ നിന്നോട് ഞാൻ പറഞ്ഞു അച്ഛാന്ന് വിളിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അവക്ക് വാലില്ലാതെ വിളി പറ്റില്ല. എങ്കിൽ പിന്നെ നേരെ ചൊവ്വെ കൈമളച്ച എന്ന് വിളിക്ക്. അതില്ല, വിളിച്ച് വിളിച്ച് ഇപ്പൊ അവക്കത് കൈമച്ചയായി. അത് കേട്ട് പെണ്ണ് വിളിക്കുന്ന പേര് കാമച്ചനും. എന്റെ ദൈവമേ, പുറത്തുനിന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് ഇവളെങ്ങാനും എന്നെ ഈ വിളി വിളിച്ചാലുള്ള അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ നീ. ഹു, പിന്നെ ഞാനങ്ങ് ചത്താൽ പോരെ. പോയി സത്തോ കാമച്ച, നാ അരിയോട് പറഞ്ഞു കൊടുത്തോളാം. വിഷമം പറഞ്ഞ കൈമളിനെ ആശ്വസിപ്പിക്കും പോലെ പൂവ് പറഞ്ഞതും അതുവരെ ചിരി അടക്കി വെച്ച മണിക്കുട്ടി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അത് കേട്ടുകൊണ്ട് കൈ കൊട്ടിക്കൊണ്ട് പൂവും. ഇത്തിരി നേരം അവരുടെ ചിരി നോക്കിക്കൊണ്ടിരുന്ന് കൈമള് കൈകെട്ടി നിന്നു. ഏറെക്കുറെ ചിരി തീർന്നു എന്ന് തോന്നിയതും പൂവ് എന്തോ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ നിന്നിറങ്ങി ഹാളിലേക്ക് ഓടിപ്പോയി. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ? കൈമളിന്റെ മുഖത്തെ ഗൗരവം കൊണ്ട് ഒട്ടും കുറയാതെ ഗൗരവം തിരിച്ചു നൽകി അവളും ആ മുഖത്ത് നോക്കി കൈകെട്ടി. എങ്കിൽ പിന്നെ ജോലിക്ക് കയറിക്കോ. മാഷ് ഈസിയായി പറഞ്ഞതും അവളുടെ കണ്ണുകൾ സംശയത്തിൽ ചുരുങ്ങി. അതെ, നീ പറഞ്ഞ പോലെ ദൈവം നേരത്തെ പിന്നെ പിന്നെയായിരുന്നു, ഇപ്പൊ അപ്പോഴപ്പോഴാണ്. അവളെ നല്ലോണം പുച്ഛിച്ചുകൊണ്ട് കൈ ഒന്ന് കുടഞ്ഞ് മാഷ് ഒരിക്കൽ കൂടി അവളെ നോക്കി വെളുക്കെ ചിരിച്ചു. കൈമച്ചാ, ഈ ചിരി എനിക്കത്ര പന്തിയായി തോന്നുന്നില്ല. സത്യം പറ, എന്താ എനിക്കുള്ള പണി? ദാ ഇതാണ് നിന്റെ പണി. അദ്ദേഹത്തെ പേടിപ്പിക്കുന്ന പോലെ അവൾ അടുത്തേക്ക് ചെന്നതും മാഷ് നിലത്ത് കിടക്കുന്ന ഇഞ്ചിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ഏത് ഇഞ്ചിയോ? ഇതൊന്നും നടാൻ എന്നെ കൊണ്ട് വയ്യ. അച്ഛൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മോനെയും കൊണ്ട് വിളിച്ചോ പോയി ചെയ്താൽ മതി. എന്തായാലും ഞാൻ ചെയ്യില്ല. അല്ല പിന്നെ. പെണ്ണ് പിണങ്ങി മാറി നിന്നു. അല്ലെങ്കിൽ നീ ഇഞ്ചി നടാൻ കൂടണ്ട, അത് ഞാൻ ചെയ്തോളാം. ഇതിപ്പോ നിനക്ക് മാത്രമുള്ള പണിയാണ്, അതുകൊണ്ട് നീ മാത്രം ചെയ്താൽ മതി. എന്തു പണി? ദേ, ഈ താഴെ കിടക്കുന്ന ഇത്രയും ഇഞ്ചി നന്നായി കറി വെക്കണം. ഇത്രയും ഇഞ്ചിയോ? കറിയാക്കാനോ? അവള് ഞെട്ടിക്കൊണ്ട് മാഷിനെയും താഴേക്ക് വിടർന്നു കിടക്കുന്ന ഇഞ്ചിയെ മാറി മാറി നോക്കി. കറി മാത്രമാക്കണ്ട, ഇഞ്ചിപ്പുളി കൂടി വെച്ചോ, അതാ അവന് കൂടുതൽ ഇഷ്ടം. ആർക്കിഷ്ടം? ആർക്കായാലും ഞാൻ വെക്കില്ലോ, അതും ഇത്രയും. പെണ്ണ് പിണങ്ങി മാഷിനെ നോക്കി തല വെട്ടിച്ചു. നല്ല കാര്യം, പക്ഷെ പറ്റില്ലെന്ന് കുറച്ചു മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അവൻ വരുമ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞേരെ. ആര്? പൂവിന്റെ അച്ഛനോ? അവൾ പിന്നെയും ഞെട്ടാൻ വയ്യാതെ ദയനീയമായി മാഷിനോട് ചോദിച്ചു. അതെ, പൂവിന്റെ അച്ഛൻ. ആ അച്ഛൻ തന്നെയാണ് നിന്നോടിത് ചെയ്യാൻ വേണ്ടി പറഞ്ഞേൽപ്പിക്കാൻ പറഞ്ഞത്. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പെണ്ണ് നിലത്തേക്ക് പടച്ചിരുന്നു പോയി. ഇതാ ദുഷ്ടം മനഃപൂർവ്വം എനിക്ക് പണി തന്നതാണ്. ഇത്രയും ഇഞ്ചി നന്നാക്കി കറിവെച്ച് വരുമ്പോഴേക്കും എന്തായാലും 2 ദിവസം എടുക്കും. പെണ്ണിന് ദേഷ്യവും സങ്കടവും വാശിയും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതെ, 2 ദിവസത്തേക്ക് നിനക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പണി തന്നതാണ്. പിന്നിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ പെണ്ണ് ചാടി പിടിച്ച് എഴുന്നേറ്റു. അപ്പോഴേക്കും അവനെ കണ്ട മാഷച്ചൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ആൾക്ക് പിന്നാലെ തന്നെ അവളും കൂടി പോകാൻ ഇറങ്ങിയതും അവൻ അവളെ വഴി തടയും പോലെ മുന്നിലേക്ക് കയറി നിന്നു. പെണ്ണ് തല ഉയർത്തി നോക്കാനൊന്നും പോയില്ല. കാരണം അവന്റെ മുഖത്ത് ആ സമയം എന്തായിരിക്കുമെന്ന് അവൾക്ക് അവനിലും നന്നായിട്ട് അറിയാമായിരുന്നു.
അപ്പോ അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അപ്പൊ എപ്പോഴാ പണി തുടങ്ങുന്നത്? കയ്യും കെട്ടിയുള്ള ആ ചോദ്യത്തിന് മുഖം കൂർപ്പിച്ച് ഒരു നോട്ടമായിരുന്നു മറുപടി. ഞാൻ ഞാൻ നാളെ മുതൽ ക്ലാസ്സിന് പൊക്കോളാം. ഓ, വേണ്ട. ഇന്നലെ രാത്രി ഞാൻ നിന്നോട് എന്തായിരുന്നു പറഞ്ഞേ? അത് ഇന്നു മുതൽ പഠിക്കാൻ പോകാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ നീയല്ലേ പറഞ്ഞത് നിനക്ക് ഇന്നു മുതൽ വയ്യ, 2 ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് ബുധനാഴ്ച മുതലേ കോളേജിൽ പോകൂ വരുള്ളൂ എന്ന്. അടുക്കള വാതിലിന്റെ കട്ടിളപ്പടിയിലേക്ക് ഒരു തോള് ചാരി കയ്യും കെട്ടി നിന്ന് അവനത് ചോദിച്ചതും പെണ്ണ് വെറുതെ ഒന്ന് തലയാട്ടി. അപ്പോഴേ കേട്ടപ്പോൾ തോന്നിയിരുന്നു ഇതിന്റെ പണിയാവും ദുഷ്ടൻ തന്നതെന്ന്. ശോ, ഇന്നു മുതൽ അങ്ങ് പഠിക്കാൻ പോയാ മതിയായിരുന്നു. കൈവിരൽ തുമ്പ് കടിച്ചുകൊണ്ട് പെണ്ണ് ആലോചിക്കുന്ന കണ്ടപ്പോഴേ അവളുടെ മനസ്സിൽ എന്താകുമെന്ന് അവനും മനസ്സിലായിരുന്നു. അപ്പൊ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പം മുതലാണെന്ന് വെച്ചാൽ സമയം പോലെ മോള് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങിക്കോ. 5 കറിക്ക് ഇഞ്ചി ഒന്നെന്നാണ്. കടിച്ചു പിടിച്ച് പൊട്ടിവരാൻ തുടങ്ങിയ ചിരിയെ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ തലയും കുലുക്കി പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പെണ്ണ് അവന്റെ പുറത്തടിക്കാൻ എന്നപോലെ കൈ പൊക്കി. കൺമണി! അവന്റെ ആ വിളിയിൽ പെണ്ണ് പെട്ടെന്ന് കൈ താഴ്ത്തി. അടുത്ത കുരുത്തക്കേട് എന്തെങ്കിലും കാണിച്ച് ഇപ്പൊ കിട്ടിയ പണിയുടെ കൂടെ കൂടുതൽ എന്തെങ്കിലും എഴുതി ചേർക്കല്ലേ നീ. അതുകൂടി കേട്ടതും പെണ്ണ് ചവിട്ടി തുള്ളി അടുക്കളയിലേക്ക് തന്നെ തിരിഞ്ഞുപോയി. അവിടെ ആ നേരം അവളെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇഞ്ചികൾ നാളെ ഇഞ്ചിപ്പുളിയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അടുക്കളയിൽ നിന്നും പിറുപിറുത്തുകൊണ്ട് വരുന്നവളെ കണ്ടുകൊണ്ടാണ് ഹരി പുറത്തുനിന്നും അകത്തേക്ക് കയറിയത്. ആ മുഖം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആർക്കും മനസ്സിലാവും പെണ്ണ് ദേഷ്യം കൊണ്ട് പുകഞ്ഞാണ് വരുന്നതെന്ന്. അവിടെ ഇപ്പോൾ താമസിക്കുന്ന ആർക്കും സംശയം ഏതുമില്ലാതെ അറിയാം അതിന്റെ കാരണക്കാരൻ ആരാണെന്ന്. ചുണ്ടിനറ്റത്ത് ഊറിക്കൂടിയ പുഞ്ചിരി ആരും കാണാതെ ഒരു കൈയും കൊണ്ട് മറച്ച് അവൻ മൂളിപ്പാട്ടും പാടി വരാന്തയിലേക്ക് എത്തിയതും പെണ്ണും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ മൂളുന്ന കേട്ടുകൊണ്ടാണ് അവൾ തല ഉയർത്തി നോക്കുന്നത്. ഓ, ബാക്കിയുള്ളവരെ കൊണ്ട് കിലോ കണക്കിന് ഇഞ്ചിക്കറിയും ഇഞ്ചിപ്പുളിയും ഒക്കെ ഉണ്ടാക്കിച്ചിട്ട് ഇങ്ങൾക്ക് പാട്ടും പാടി നടക്കാം. എന്താ അല്ലേ? അരിശ മൂത്ത പെണ്ണ് കൈ ആകെ ഒന്ന് നോക്കി. ഇത്രയധികം ഇഞ്ചി തൊലി കളഞ്ഞും അരിഞ്ഞുമൊക്കെ വല്ലാതെ ചൂട് പിടിച്ചിട്ട് ഇപ്പൊ സീതമ്മ കയ്യിൽ വെളിച്ചെണ്ണ തേച്ച് തന്നു വിട്ടതാ. എന്നിട്ടും നീറ്റലിന് കുറവൊന്നുമില്ല. ആ ഒരു പുകച്ചിലിൽ പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ഒരാൾ പാട്ടും പാടി സന്തോഷിക്കുന്നത്. ദേഷ്യം വരില്ലേ? ആകെ ചുവന്നിരിക്കുന്ന പെണ്ണിന്റെ മുഖം അവന്റെ പാട്ടും കൂടി കേട്ടതും മത്തങ്ങ പരുവത്തിൽ ഉരുണ്ടു. ഇതേ സമയം ഹരി കാര്യമായി നോക്കിക്കാണുകയായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ ഓരോ മുഖഭാവങ്ങളും. തന്നെ ഇപ്പൊ അങ്ങോട്ട് അരച്ചു കലക്കി കൊടുത്താൽ അവൾ ആ ജ്യൂസ് ഒരു മനുഷ്യനും കൊടുക്കാതെ അതുപോലെ വിഴുങ്ങും എന്ന് തോന്നിപ്പോയി അവന്. എന്താ? തന്നെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്നവളുടെ മനസ്സിൽ എന്തൊക്കെയാകുമെന്ന് ഊഹിച്ചു തന്നെ അവൻ പുരികം പൊക്കി ചോദിച്ചു. ഒന്നുമില്ല. അരിശം വന്നിട്ട് അവൾക്ക് പാടില്ലായിരുന്നു. അങ്ങനെ പറയാതെ. ഇതിപ്പോ നല്ല അടിപൊളി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരല്ലേ, അതുകൊണ്ട് ഇനി എന്താ അടുത്ത പരിപാടി? അവൻ പിന്നെയും കളിയാക്കിയതും പെണ്ണ് വർദ്ധിച്ച ദേഷ്യത്തോടെ അവന് നേരെ തിരിഞ്ഞു. ഇനിയും ഇതുപോലത്തെ മനോഹരമായ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തേ? പെണ്ണ് പറഞ്ഞുകൊണ്ട് പോകാൻ നോക്കിയതും അവൻ മുന്നിൽ കയറി നിന്നു. ഓ, പക്ഷെ നിന്റെ മുഖം കണ്ടാൽ അങ്ങനെയല്ലല്ലോ പറയുക. വിട്ടുകൊടുക്കാതെ തന്നെ ഹരി അവൾക്കൊപ്പം കൂടി. എന്തേ, കുട്ടികളെ പഠിപ്പിക്കുന്ന നിർത്തിയിട്ട് സാറ് ലക്ഷണശാസ്ത്രം തുടങ്ങിയോ? അത്രയ്ക്കും അടക്കാൻ വയ്യാത്ത ദേഷ്യം വന്നതുകൊണ്ടാകും അവൾ തന്റെ മുഖത്ത് നോക്കി അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലായവൻ പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെട്ട ചിരിയെ കഷ്ടപ്പെട്ട് നിർത്തി. അതിപ്പോ ഈ മുഖത്ത് വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ലക്ഷണശാസ്ത്രം ആവശ്യം വരികയില്ല. ദേഷ്യം പിടിച്ചു നിൽക്കുന്നവളെ പിന്നെയും ചൊറിയാൻ എന്ന പോലെ അവൻ പറഞ്ഞതും അവള് ഇരു കൈയും ഇടുപ്പിൽ കുത്തി തിരിഞ്ഞു നിന്നു. എന്തേ, എന്തെങ്കിലും പറയാൻ മറന്നുപോയോ? അല്ല, കൂടെയുള്ള ബോഡി ഗാർഡ്സ് ഒന്നും ഇന്ന് കാണുന്നില്ലല്ലോ. എവിടെ പോയി? അവളുടെ അപ്പുറം ഇപ്പുറം നോക്കി അവൻ ചിരിക്കുക കൂടി ചെയ്തതും പെണ്ണിനാകെ ദേഷ്യം വന്നങ്ങ് പുകഞ്ഞു. മനഃപൂർവ്വം പറഞ്ഞു വിട്ടതല്ലേ പൊന്നിനെ. ദേഷ്യത്തിനുമപ്പുറം അവളുടെ കണ്ണു നിറയുന്ന കണ്ടതും ഹരി കയറി സോപാനത്തിലേക്കിരുന്നു. ഇപ്പോ ആണ് അവളുടെ സങ്കടത്തിന്റെ ശരിക്കുള്ള കാരണം പുറത്തു വന്നത്. ഇത്രയും നേരെ വേറെ പലതും പറഞ്ഞ് പെണ്ണ് വഴക്കുണ്ടാക്കിയതിന്റെയൊക്കെ ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ്. കുറച്ചു മുന്നേ ആൽബി ബുള്ളറ്റിലാണ് വന്നത്. സാധാരണ വരുമ്പോൾ മോൾക്കായി കരുതാറുള്ള മുട്ടായി ആശാൻ ഇന്ന് മറന്നുപോയി. പിന്നെ പറയണോ? അവൾ അവനെ ഈ വീടിനകത്തേക്ക് പോലും കയറ്റിയില്ല. മുട്ടായി വേണമെന്ന് പറഞ്ഞ് ഒരൊറ്റ കരച്ചിൽ. അങ്ങനെ അവസാനം ചെക്കൻ പൊക്കിയെടുത്ത് കൊണ്ടുപോയതാണ് പെണ്ണിനെ. അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോക്കാളാനും പറഞ്ഞു. പക്ഷെ കുഞ്ഞു പോയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ ഒരുത്തി മുഖം കാണിക്കാൻ തുടങ്ങിയതാണ്. ഏതാണ്ട് താൻ മനഃപൂർവ്വം പറഞ്ഞു വിട്ട പോലെ. അപ്പൊ തുടങ്ങിയ ദേഷ്യം ഈ വീട്ടിൽ ബാക്കി എല്ലാവരും അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മിച്ചമുള്ളതാണ് ഇപ്പൊ തനിക്കായി ഈ കൊട്ടിത്തീർക്കുന്നത്.
എന്താ ചോദിച്ച കേട്ടില്ലേ? സോപാനപ്പടിയിലേക്ക് ഒരു കാല് കയറ്റി അവൻ അവളെ നോക്കി ചോദിച്ചു. കുഞ്ഞിനെ എന്തിനാ പാർട്ടിക്കാരൻ്റെ കൂടെ പറഞ്ഞു വിട്ടേന്ന്? അവൾ ചൊടിച്ചും കൊണ്ട് അവന്റെ നേർക്ക് അങ്ങ് ചെന്നു. പാർട്ടിക്കാരനോ? അവളുടെ ആ ചൊടിപ്പിൽ അവൻ ആദ്യം കേട്ടത് അതാണ്. ഉം, പാർട്ടിക്കാരൻ. കഴിഞ്ഞ ദിവസം എന്നോട് പറയുവാ പാർട്ടിക്കാരാന്ന് വിളിച്ചാ മതിയെന്ന്. നോക്കിക്കോ, ഇനി ഞാൻ പാർട്ടിക്കാരൻ എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കില്ല അങ്ങേരെ. എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അവൾ പിന്നെയും പിണങ്ങിയതും ഹരി ആ മുഖത്തേക്ക് നോക്കി. കൺമണി, ഇവിടെ ഇരുന്നേ നീ. തനിക്ക് മുന്നിലായി കെട്ടിയിട്ട നീണ്ട സോപാനത്തിലേക്ക് നോക്കി അവൻ പറഞ്ഞു. വേണ്ട, ഞാൻ നിന്നോളാം. പൊന്നിന്റെ അച്ഛൻ പറഞ്ഞു. കൺമണി ഇരുന്നിട്ടേ പറയുന്നുള്ളൂ. അതുവരെ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്ന അവന്റെ മുഖം മാറിയത് പെട്ടെന്നാണ്. ആ ശബ്ദത്തിന്റെ വ്യത്യാസത്തിൽ തന്നെ അത് മനസ്സിലായവൾ പെട്ടെന്ന് ഇത്തിരി മാറിയിരുന്നു. കൺമണിക്ക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ചയായി, അറിയാമോ? ഉം. കൺമണി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒന്നുമല്ല, ലാസ്റ്റ് സെം അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അറ്റൻഡൻസിനും അവസാനം കിട്ടുന്ന ക്ലാസ്സിനുമൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നന്നായി അറിയുന്നൊരു സ്റ്റുഡന്റ്. അതങ്ങനെയല്ലെന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം പൊട്ടിയൊന്നുമല്ലാതെ തന്നെ എനിക്കറിയാം. എന്നിട്ടും താൻ ക്ലാസ്സിൽ പോകുന്നില്ല. അപ്പൊ എന്താ ശരിക്കും തന്റെ പ്രശ്നം? ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ടതും അവൾ ആ മുഖത്തേക്ക് നോക്കി. മറുപടി വേണം എനിക്ക്. അതുകൂടി കേട്ടതും അവളുടെ വിറയൽ കൂടി. തന്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. മുന്നോട്ട് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഈ പഠിത്തം മാത്രമാണ്. തന്റെ ഒരേ ഒരു പിടിവള്ളി. ഇത്രയും കാലം അത് നന്നായി അറിയാവുന്ന കുട്ടിക്ക് ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്താകും കാരണം? ഇനി വല്ല പ്രണയവും? ആദ്യമൊക്കെ കാര്യമായി കേട്ടുകൊണ്ടിരുന്നവൾ അവന്റെ അവസാന ചോദ്യം കേട്ടതും ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി നോക്കി. എന്താ? ഇതുവരെ ഉണ്ടായിരുന്ന ഭാവങ്ങൾ മാറി പെണ്ണ് കണ്ണും തുടച്ചുകൊണ്ട് ഞെട്ടിയാണ് ചോദിച്ചത്. അവളുടെ ഞെട്ടിക്കൊണ്ടുള്ള ചോദ്യം അവനെയും ചെറുതല്ലാതെ ഞെട്ടിച്ചു. എന്ത്? പതറിച്ചയിൽ അവൻ ചോദിച്ചു. പൊന്നിന്റെ അച്ഛൻ എന്താ ചോദിച്ചത്? പ്രേമമോ? ആർക്ക്? ഇതുവരെ സ്വന്തം അവസ്ഥ മറന്ന് കോളേജിൽ പോകാതെ വീട്ടിലിരുന്നതിന്റെയൊക്കെ മനസ്താപത്തിൽ നിന്നും അവളുടെ ഭാവം അങ്ങ് മാറി. അല്ല, ഈ പ്രേമവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് സാധാരണ പഠിത്തത്തിൽ ഉഴപ്പാറ്. അതുകൊണ്ട് ഞാൻ ജനറലായി ചോദിച്ചു എന്നേ ഉള്ളൂ. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് അവളുടെ മുഖം കണ്ടവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും ആ നേരം അതൊന്നും പുറത്തു കാണിക്കാതെ അവൻ എഴുന്നേറ്റു. ദേ പൊന്നിന്റെ അച്ഛ, ചുമ്മാ ഓരോന്ന് ചിന്തിച്ചുകൂട്ടി പറയല്ലേ. ഞാൻ പഠിക്കാൻ പോയില്ല എന്നുള്ളത് തെറ്റ് തന്നെ. പക്ഷെ അതിന് ഈ പറയുന്ന പ്രേമവും മണ്ണാങ്കട്ടയും ഒക്കെ ആയിട്ട് കാരണം കണ്ടെത്തുമെന്ന് വെച്ചാ, ഉഫ്, എന്തൊരു നോൺസെൻസ് ആണ്. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. പെണ്ണ് ആകെ ദേഷ്യം പിടിച്ചുകൊണ്ട് അവനെ തല്ലും എന്ന മട്ടിൽ കുറച്ചും കൂടി മുന്നിലേക്ക് കയറി നിന്ന് പറഞ്ഞു. അതോടെ കണ്ടതും ഹരി പിന്നിലേക്ക് 2 ചുവട് മാറി. ഒപ്പം അവളുടെ മറുപടി നൽകിയ ചെറുതല്ലാത്ത ഒരു സമാധാനം അവന്റെ മുഖത്തും കാണാൻ പറ്റി. ശരി, സമ്മതിച്ചു. പിന്നെന്താ കാരണം? അതൊന്നുമില്ല. എന്തോ പറയാൻ വന്നവൾ പറയാതെ ബാക്കിയാക്കി പോകുന്ന കണ്ടതും ഹരി പെണ്ണിന്റെ മുന്നിലേക്ക് കയറി അങ്ങ് നിന്നു. കൺമണി, പൊന്നിന്റെ അച്ഛൻ ചുമ്മാ എന്നോട് തല്ലു വെക്കാൻ വരാതെ പൊക്കോ. 2 കാലത്തിലായിട്ട് ഇഞ്ചിക്കറിയും ഇഞ്ചിപ്പുളിയും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പോയി കഴിക്ക്. ശരി, അതൊക്കെ ഞാൻ തന്നെ കൂട്ടുള്ളൂ. പക്ഷേ ഇതിന്റെ കാര്യം എനിക്ക് അറിയണം കൺമണി. ഇത്തവണ ചോദ്യത്തിലും അപ്പുറം ആവശ്യമായിരുന്നു അവന്റെ. അതാകും പോകാൻ തുടങ്ങിയ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചവൻ ബലമായി സോപാനത്തിലേക്ക് ഇരുത്തിയത്. പെട്ടെന്നുള്ള അവന്റെ പിടുത്തവും ഇരുത്തവും ഒക്കെയായി മണിക്കുട്ടി ഒന്ന് ഞെട്ടി. നല്ലപ്പാണിങ്ങനെ. അല്ലെങ്കിൽ അറിയാതെ ഒന്ന് തൊടും എന്നൊരു സന്ദർഭം വന്നാൽ പോലും 1 മൈൽ അകലെയായി മാറി നടക്കുന്ന മനുഷ്യനാണ്. എന്റെ മുഖത്ത് നോക്കി നിൽക്കാതെ കാര്യം പറ കൊച്ചേ. ഇത്തവണ പഴയ ദേഷ്യം തിരിച്ചെത്തുക തന്നെ ചെയ്തു. അതോടെ അവളും തൊട്ടതും പിടിച്ചതുമൊക്കെ വിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. താൻ കഴിഞ്ഞ സെമ്മിന്റെ ഫീസ് അടച്ചിട്ടില്ല പൊന്നിന്റെ അച്ഛാ. ഇതിപ്പം അതും കഴിഞ്ഞ് 1 മാസം കൂടി കഴിഞ്ഞതുകൊണ്ട് ഈ സെമ്മിന്റെ കൂടെ ചേർത്തടച്ചേ പറ്റൂ. എന്റെ HODക്ക് കാശില്ലാത്തവരെ കാണുമ്പോൾ ഒരുതരം വല്ലാത്ത ഇളക്കമാണ്. കയ്യിൽ കാശും വെച്ചുകൊണ്ട് നടക്കുന്നവർ 1 2 ആഴ്ച താമസിച്ചാലും കാശില്ലാത്ത കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവര് കൃത്യം ടൈമിന് അടയ്ക്കണമെന്ന് അയാൾക്ക് വാശിയാ. അങ്ങനെ എങ്ങാനും അടിക്കാതിരുന്നാൽ അയാൾ എല്ലാ സ്റ്റുഡൻസിന്റെയും മുന്നിൽ വെച്ച് നമ്മളെ ഫീസ് ചോദിച്ച് നാണം കെടുത്തും. അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തൂടെ നിനക്ക്? അവളുടെ സങ്കടം കേട്ടതും അവൻ അരികിലേക്ക് ചെന്നിരുന്നുകൊണ്ട് ചോദിച്ചു. ഓ, അതൊക്കെ കണക്കാണ്. പലപ്പോഴും പറഞ്ഞു മടുത്ത ഒരു ധ്വനി ഉണ്ടായിരുന്നു അതിൽ. പോട്ടെ, അത് വിട്. പക്ഷെ നിന്റെ കോളേജിൽ വിളിച്ചപ്പോൾ ഫീസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഓൾറെഡി അടച്ചു എന്നുള്ള രീതിയിലായിരുന്നല്ലോ അയാളുടെ സംസാരം. ഏ, കോളേജിൽ വിളിച്ചോ? ആര് വിളിച്ചു? അവൾ ഞെട്ടി എഴുന്നേറ്റ് അവന്റെ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ പഠിക്കണം, ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞവൾ
വീട്ടിൽ വായി നോക്കിയിരിക്കുന്ന കണ്ടപ്പോൾ ഞാനാണ് എബിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി വിളിച്ചത്. ആ സമയത്ത് നിന്റെ ഈ പറയുന്ന എച്ച്ഒഡി എന്നോട് കാര്യമായി തന്നെ സംസാരിച്ചല്ലോ. ശരിക്കും? പെണ്ണ് വന്നവന്റെ കയ്യിൽ പിടിച്ച് അത്ഭുതത്തോടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നുള്ള അവളുടെ പിടുത്തത്തിലും അത്രയും അടുത്ത് അവളുടെ മുഖം കണ്ടതിന്റെ വെപ്രാളത്തിലും ഹരി ഞെട്ടിപ്പോയി. ഉം ശരിക്കും പൊന്നിന്റെ അച്ഛൻ വിളിച്ചോ? പെണ്ണ് അപ്പോഴും പിടിവിടാതെ തന്നെ ചോദിക്കുകയാണ്. ഓവ്, പൊന്നിന്റെ അച്ഛൻ വിളിച്ചപ്പോ സാറ് ചോദിച്ചില്ലേ ആരാണെന്ന്? ഇല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിന്റെ ഗാർഡിയൻ ആണെന്ന്. ആണോ? അങ്ങേര് ഞെട്ടിക്കാണും. അവന്റെ കയ്യും വിട്ടവൾ മുഖത്തേക്ക് ചിരിയോടെ നോക്കി. തന്നെ പിടിച്ചതും വിട്ടതൊന്നും അറിയാതെയുള്ള അവളുടെ സംസാരം കേട്ടതും ഹരി ഒന്ന് ശ്വാസം വിട്ടു. അതെന്തിനാ ഇപ്പൊ ഞെട്ടുന്നത്? അതോ, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ഒരു വട്ടമെങ്കിലും എച്ച്ഒഡിയെ വന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്റെ മാത്രം ഈ വർഷങ്ങൾക്കിടയിൽ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫീ അടയ്ക്കാൻ താമസിക്കുമ്പോൾ അയാൾ തമാശ എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്, ഞാൻ വല്ല അനാഥാലയത്തിലും ഉള്ളതാണോ എന്ന്. ചിരിയോടെയാണ് സംസാരമെങ്കിലും ആ കണ്ണിലെ നനവ് ഹരിയെ ഒന്ന് ഉലച്ചു. പക്ഷേ ഈ ഫീസ് അതില്ലെന്ന് എന്താവും പറഞ്ഞത്? പെട്ടെന്ന് ഓർത്ത പോലെ പെണ്ണ് അവനോട് ചോദിച്ചു. അതെന്തോ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട ആരോ അടച്ചു പോലും. അങ്ങനെ എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്. ഞാനും പിന്നെ കൂടുതൽ കീറ്റും കിരിപ്പൊന്നും ചോദിക്കാൻ പോയില്ല. താല്പര്യമില്ലാത്ത പോലെ അവൻ പറയുന്ന കേട്ടതും പിന്നെ ചോദിക്കാൻ കൂടുതലൊന്നുമില്ലാതെ അവൾ തല കുമ്പിട്ടു. എന്നാലും ചാരിറ്റി, ഇനി ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും ചെയ്തതാകുമോ? അവൾ പെട്ടെന്ന് കയ്യും ചൂണ്ടിയവന്റെ നേരെ സംശയം പോലെ ചോദിച്ചു. നിന്റെ രാഷ്ട്രീയക്കാരൻ എബി ഒന്നും ചെയ്തില്ല. ഇത് വേറെ എന്തോ ആണ്. പിന്നെ ഒരു എബി. പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ അവൻ അവൾക്ക് മുന്നിൽ നിന്നും മാറി. ആ, എന്തെങ്കിലും ആകട്ടെ. അത്രയും വലിയൊരു കടമ്പിൽ നിന്നും ദൈവം രക്ഷിച്ചല്ലോ. ഇനിയിപ്പോ അങ്ങയുടെ മൂക്കും മോന്തയും കാണാതെ നല്ല തല ഉയർത്തി കോളേജിലേക്ക് പോകാം. അവള് ആത്മഗതം പോലെ സന്തോഷത്തോടെ പറഞ്ഞതും ഹരിയുടെ കണ്ണ് അവളെ പിന്നെയും തേടി ചെന്നു. കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം. എല്ലാ ദിവസവും ഞാൻ വിളിച്ചു തിരക്കും നിന്റെ പഠിത്തം. അതെങ്ങാണം പടവലങ്ങ പോലെ താഴോട്ടാണെന്ന് ഞാൻ അറിയണം. അന്നാ നിനക്ക് ബാക്കി. ചെക്കൻ ദേഷ്യപ്പെട്ടതും ഇത്തവണ ഭയക്കുന്നതിന് പകരം അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ പഠിച്ചോളാം. ഒരിക്കലും എന്റെ ഗാർഡിയനെ ഞാൻ നാണം കെടുത്തില്ല. അതുപോലെ. അവൾ തലകുലുക്കിയതും അവനും ഒപ്പം തലകുലുക്കി. ഇതിപ്പോ ആദ്യമായി എന്റെ കാര്യം നിരക്കാൻ എനിക്കൊരു ഗാർഡിയൻ. രസമുണ്ട്. അകത്തേക്ക് കയറും വഴി പിന്നിൽ അവളുടെ ശബ്ദം കേട്ടതും ഹരിയുടെ മുഖം വിടർന്നു. പെണ്ണിനങ്ങ് സന്തോഷം വന്ന് തിക്കുമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.